ഈ കേട്ടിരുന്ന ആളാണ് ഞാൻ. അല്ല, ഞാൻ കേട്ടിരുന്ന ആളാ. അല്ല, ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവുമില്ലാതെ നോക്കൂ, ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളെ ന്യായീകരിച്ചപ്പോ, മെഴുകിയപ്പോ ഞാൻ അത് ക്ഷമയോട് കൂടി ഒന്ന് ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളെയൊക്കെ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഞാൻ അദ്ദേഹത്തെ വലിയ രീതിയിൽ തൊടുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ അത് ഇതുപോലെ ചർച്ചയിലാണ് പാർലമെന്ററി ആവുന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. മറ്റ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ 10,000 പോലീസുകാരും പിണറായി വിജയനും വിചാരിച്ചിട്ട് യുവതികളെ ഞാനൊന്ന് രാഹുൽ ഈശ്വർ ഈ പെർവേർട്ടിന് വേണ്ടി, ക്രിമിനലിന് വേണ്ടി, സൈക്കോപാത്തിന് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ, ഒരു അറുപ്പുമില്ലാതെ ഈ കേരളത്തിനാകെ അപമാനമായി ഈ നോക്കൂ, ഈ ഇതുപോലെ ഒരു പെർവേർട്ടിനെ ഒരു ഉളുപ്പുമില്ലാതെ ക്ഷമയോടുകൂടി ഈ കേട്ടിരുന്ന ആളാണ് ഞാൻ. അല്ല, ഞാൻ കേട്ടിരുന്ന ആളാ. അല്ല, ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവുമില്ലാതെ നോക്കൂ, ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളെ ന്യായീകരിച്ചപ്പോ, മെഴുകിയപ്പോ ഞാൻ അത് ക്ഷമയോടുകൂടി സംസാരിച്ചു. ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആള് ഒരുപക്ഷെ കേരളത്തിലെ മലയാളിക്ക് ആകെ അപമാനമായി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ ഓൺ ചെയ്ത് സംസാരിച്ചപ്പോഴും നമ്മളത് കേട്ടു. അതുകൊണ്ട് കുറച്ചുകൂടെ ക്ഷമ കാണിക്കണം. അത് വഴിയേ അറിഞ്ഞോളൂ. ഈ സ്ത്രീകളെ വെച്ച് രാഷ്ട്രീയം കളിക്കരുത്. 2, കോടതി വിധി വരട്ടെ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലും ഇല്ലാത്തൊരു വ്യക്തിയെ വേട്ടയാടുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ഇനി ശ്രീ റിയാസുദ്ദീൻ അറിയാൻ വേണ്ടിയാണ്. രാഹുൽ ഈശ്വർ ആരാം നേരത്തെ ചോദിച്ചല്ലോ. ഒരു ഭാഗത്ത് ശ്രീ പിണറായി വിജയനും മറുഭാഗത്ത് രാഹുൽ ഈശ്വറും കുറച്ച് വിശ്വാസികളായി 2018 ഒരു യുദ്ധം ചെയ്തിരുന്നു. 10,000 പോലീസുകാരും 4 സുപ്രീം കോടതി വിധിന്യായവും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായിരുന്നു. നിങ്ങൾ ജയിച്ചില്ല. കാര്യം നിങ്ങളുടെ ഭാഗത്ത് സത്യമില്ലായിരുന്നു. പിന്നീട് വീടാന്തരം കയറി നിങ്ങൾക്ക് ക്ഷമ പറയേണ്ടി വന്നു. ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പൻ വിശ്വമാനവികതയുടെ ലക്ഷണമാണെന്ന് പറയേണ്ടി വന്നു. സത്യമാണ് വിജയിക്കുന്നത്.